Hi friends, എൻ്റെ പേര് മീര. സ്റ്റഡി സ്മാർട്ട് ഇംഗ്ലീഷിൻ്റെ 10 മിനിറ്റിൽ 10 വൊക്കാബുലറി എന്ന ചാലഞ്ചിൻ്റെ ഡേ 14 ഇവിടെ ആരംഭിക്കുകയാണ്. അപ്പോൾ ഇന്നും നമ്മൾ ഡീൽ ചെയ്യുന്നത് ഫോറിൻ ഫ്രേസസ് തന്നെയാണ്. അപ്പോൾ ഫോറിൻ ഫ്രേസസ് ഇനി 2-3 ക്ലാസ് കൂടി കാണും, അതോടുകൂടി അത് കംപ്ലീറ്റ് ആവുന്നതാണ്. അപ്പോൾ എല്ലാവരും നോട്ട്സ് നന്നായിട്ട് എഴുതി വെക്കുക, റിവൈസ് ചെയ്യുക. ഈ ക്ലാസ് കേട്ട ക്ലൂസ് കണ്ടെത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ലോജിക്കലായിട്ട് ആൻസറിൽ ചെന്നെത്താൻ സാധിക്കും. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് മൂവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വേർഡ് par excellence. ഫസ്റ്റ് വേർഡ് par excellence. par excellence എന്നതൊരു ഫ്രഞ്ച് പദമാണ്, ഫ്രഞ്ച് പദം. ഓക്കെ, par excellence. പക്ഷേ ഇതിൻ്റെ മീനിങ് ഇതിൽ തന്നെ ഒളിച്ചിരിപ്പുണ്ട്. par excellence. par മീൻസ് ക്രോസ്. par മീൻസ് ക്രോസ് ചെയ്യുക. എക്സലൻസ്, എക്സലൻസിനെയും ക്രോസ് ചെയ്തു. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ്, ഏറ്റവും ഫാന്റാസ്റ്റിക് ആയിട്ടുള്ളൊരു പെർഫോമൻസ് കാഴ്ചവെച്ചിരിക്കുന്നു. അതിനെ മീൻ ചെയ്യുന്ന ബെസ്റ്റ് ഓഫ് ഇറ്റ്സ് കൈൻഡ് എന്ന് മീൻ ചെയ്യുന്ന ഏറ്റവും നല്ലത്, അതായത് എക്സലൻസ് എന്ന് പറയുന്നത് തന്നെ ഏറ്റവും നല്ലതാണ്. അതിനെയും ക്രോസ് ചെയ്തു എന്ന് പറയുമ്പോഴത്തേക്കും ബെസ്റ്റ് ഓഫ് ഇറ്റ്സ് കൈൻഡ് എന്ന് മീൻ ചെയ്യുന്നു. ഓക്കെ, ഇനി അടുത്ത വേർഡ് നോക്കാം. പെർ ക്യാപിറ്റ. പെർ ക്യാപിറ്റ ഇതൊരു ലാറ്റിൻ പദമാണ്. പെർ ക്യാപിറ്റ. പെർ മീൻസ് ഈച്ച്, എല്ലാവരെയും, ഈച്ച്, ഓരോരുത്തരെയും മീൻ ചെയ്യുന്നത് ഈച്ച്. ഓക്കെ, ക്യാപ്യൂട്ട എന്ന ലാറ്റിൻ വേർഡിൽ നിന്നും വന്നിട്ടുള്ളതാണ് ക്യാപിറ്റ എന്ന ഈ ഒരു വേർഡ്. ഓക്കെ, അപ്പോൾ ക്യാപ്യൂട്ട മീൻസ് ഹെഡ് ആണ്, ഹെഡ്. അപ്പോൾ പെർ ഹെഡ്. ഓക്കെ, പെർ ക്യാപിറ്റ ഇൻകം നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ പെർ ക്യാപിറ്റ ഇൻകം എക്കണോമിക്സ് ഒക്കെ പഠിക്കുമ്പോൾ നമ്മൾ പെർ ക്യാപിറ്റ ഇൻകത്തിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. അപ്പോൾ പെർ ക്യാപിറ്റ ഇൻകത്തിൽ പെർ ഹെഡ് ഒരു ഇൻഡിവിജ്വലിൻ്റെ ഇൻകം, ഓരോ ഇൻഡിവിജ്വലിൻ്റെ ഇൻകത്തിനെ കുറിച്ചാണ് മെൻഷൻ ചെയ്യുന്നത്. അപ്പോൾ അത് ഓർത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ മീനിങ് കിട്ടുന്നതായിരിക്കും. അതായത് പെർ ഹെഡ്. ഓക്കെ, ഇനി അടുത്ത് നോക്കാം. പേഴ്സൺ നോൺ ഗ്രാറ്റ. പേഴ്സൺ നോൺ ഗ്രാറ്റ അതും ഒരു ലാറ്റിൻ പദമാണ്. അതിൻ്റെ മീനിങ് ഇത് നന്നായിട്ട് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. പേഴ്സൺ നോൺ ഗ്രാറ്റ. നോൺ ഗ്രാറ്റ, അപ്പോൾ പേഴ്സൺ നോട്ട് ഗ്രേറ്റ്. പേഴ്സൺ ഹു ഈസ് നോട്ട് ഗ്രേറ്റ്. ഒന്നുകൂടി ചേർത്ത് വായിക്കൂ. പേഴ്സൺ ഹു ഈസ് നോട്ട് ഗ്രേറ്റ്. പേഴ്സൺ നോൺ ഗ്രാറ്റ, ഒരു ഗ്രേറ്റ് അല്ലാത്തൊരു മനുഷ്യൻ. അല്ലെങ്കിൽ ഗ്രേറ്റ് മീൻസ് ഇവിടെ വേറെ വ്യത്യാസമുണ്ട്. ഗ്രേറ്റ്ഫുൾ, മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിൽ പെരുമാറുന്ന ഒരു വ്യക്തി, അതായത് വെറുക്കപ്പെട്ട ഒരാൾ എന്ന് മീൻ ചെയ്യുന്ന ഒരു വാക്കാണ് പേഴ്സൺ നോൺ ഗ്രാറ്റ. വെറുക്കപ്പെട്ടയാൾ. ഓക്കെ, പേഴ്സൺ നോൺ ഗ്രാറ്റ. അടുത്ത നോക്കാം. പ്രൈമ ഫേസെ. പ്രൈമ ഫേസെ. ഓക്കെ, ലാറ്റിൻ പദമാണ് പ്രൈമ ഫേസെ. ഈ പ്രൈം എന്ന് പറയുന്നത് ഫസ്റ്റിനെയാണ്, ഏറ്റവും ആദ്യം എന്ന് മീൻ ചെയ്യുന്ന ഒരു ലാറ്റിൻ പദമാണ് പ്രൈം. ഓക്കെ, പ്രൈം. അപ്പോൾ പ്രൈമ ഫേസെ. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ എന്ത് കാണുന്നു, ആദ്യം കാണുന്നത് എന്ന് മീൻ ചെയ്യുന്നു. ആദ്യം കാണുന്നത് ഏതിൻ്റെയും ഒരു ഫസ്റ്റ് ഇംപ്രഷൻ എന്നോ അങ്ങനെയൊക്കെ പറയാം. ആദ്യം കാണുന്നത്, ഓക്കെ, എന്ന് മീൻ ചെയ്യുന്നു പ്രൈമ ഫേസെ. ഓക്കെ, ബേസ്ഡ് ഓൺ വാട്ട് ഈസ് സീൻ ഫസ്റ്റ്. ഓക്കെ, നോട്ട് എ ബെൻ. അതൊരു ലാറ്റിൻ പദമാണ്. അന്ന് ശ്രദ്ധിച്ചു വായിക്കൂ. നോട്ട് എ ബെൻ, അതായത് നോട്ട് ചെയ്യുക. മറ്റേ നോട്ടല്ല, NOT നോട്ടല്ല, NOTE. നോട്ട് വെൽ, നന്നായി നോട്ട് ചെയ്തെടുക്കുക. നിങ്ങൾ ഈ ഞാൻ പറയുന്ന പോയിന്റ്സും നന്നായി നോട്ട് ചെയ്തെടുക്കുക. ഓക്കെ, നമ്മൾ NB എന്ന് എഴുതാറുണ്ട്, പക്ഷേ ഇതിന്റെ ഫുൾ ഫോം എന്താണെന്ന് ചിലപ്പോൾ നമുക്ക് അറിയാൻ പറ്റില്ലായിരിക്കും. അപ്പോൾ നോട്ട് എ ബെൻ. ഓക്കെ, നോട്ട് എ ബെൻ, നോട്ട് വെൽ, മാർക്ക് വെൽ എന്നൊക്കെ മീൻ ചെയ്യും. നന്നായിട്ട് നോട്ട് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ നന്നായിട്ട് മാർക്ക് ചെയ്ത് വെക്കുക. അതായത് പിന്നെ ഒരു ആവശ്യത്തിന് ഉപകരിക്കുന്ന രീതിയിൽ നോട്ട് ചെയ്തെടുക്കുക എന്ന് മീൻ ചെയ്യുന്ന ഒരു വാക്കാണ്, ലാറ്റിൻ പദമാണ് നോട്ട് എ ബെൻ. അടുത്ത് നോക്കാം. ലിംഗ്വ ഫ്രാങ്ക. അതൊരു ഇറ്റാലിയൻ പദമാണ്. ഈ ഫ്രാങ്ക, ഫ്രെസ്കോ എന്നൊക്കെ വരുമ്പോഴത്തേക്കും അത് ഇറ്റാലിയൻ ആയിരിക്കും. ഇറ്റാലിയൻ പദമാണ്. ഫ്രാങ്കിഷ് ടങ്, ഇതിനെ കുറിച്ച് കുറച്ച് പറയാനുണ്ട്. കാരണം രണ്ട് ലാംഗ്വേജിലുള്ള, രണ്ട് കൺട്രിയിൽ നിന്ന് രണ്ട് ടൈപ്പ് ലാംഗ്വേജ്, അതായത് കോമൺ ലാംഗ്വേജ് ഇല്ലാതെ രണ്ട് ആൾക്കാർ വരുന്നു. അവർ സംസാരിക്കണം, ഇപ്പോൾ ബിസിനസ്സിന് വേണ്ടിയിട്ടോ അങ്ങനെ പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അവർ ഉപയോഗിക്കുന്ന ഒരു കോമൺ, അതായത് ഷെയർ ചെയ്യുന്ന ഒരു ലാംഗ്വേജ് ആണ് ലിംഗ്വ ഫ്രാങ്ക. അതായത് ഈ കൺട്രിയിലെ ആളുടെ ലാംഗ്വേജും അല്ലായിരിക്കും, ഇപ്പുറത്തുള്ള കൺട്രിയിലെ ആളുടെ ലാംഗ്വേജും അല്ലായിരിക്കും. പക്ഷേ ഏതോ ഒരു ബിസിനസ് ലാംഗ്വേജ്, ഏതോ ഒരു ലാംഗ്വേജിൽ അവർ സംസാരിക്കുന്നു. അങ്ങനെ അവർ ഫോം ചെയ്തെടുക്കുന്ന ആ ഒരു ടൈപ്പ് ലാംഗ്വേജിനെ പിഡ്ജിൻ എന്നൊക്കെ പറയാറുണ്ട്. അത് കറക്റ്റായിട്ട് അത്രയും പോകേണ്ട ആവശ്യമില്ല. അത് കാരണം ഇത്രയും മനസ്സിലാക്കുക. അങ്ങനെ ഒരു തേർഡ് ലാംഗ്വേജ് എന്ന് പറയുന്നതാണ് ലിംഗ്വ ഫ്രാങ്ക. ഓക്കെ, ഇൻ ടോട്ടോ. ഓക്കെ, ഇൻ ടോട്ടോ. അടുത്ത വാക്ക് ഇൻ ടോട്ടോ. ഇൻ ടോട്ടോ
ആ ലാറ്റിൻ പദത്തിൽ തന്നെ അതിന്റെ ക്ലൂ ഇരിപ്പുണ്ട്. ടോട്ടോ, ടോട്ടസ് മീൻസ് ടോട്ടൽ, ഇൻ ടോട്ടൽ, അതായത് എൻറ്റയർലി അല്ലെങ്കിൽ ഹോൾ എന്നൊക്കെ മീൻ ചെയ്യുന്നു, മുഴുവൻ, മൊത്തമായിട്ടും എന്നൊക്കെ മീൻ ചെയ്യുന്ന ഒരു വാക്കാണ് ഇൻ ടോട്ടോ. ലാറ്റിൻ പദമാണ്. എൻറ്റയർലി, ഹോൾ എന്നൊക്കെ മീൻ ചെയ്യുന്നു. ഓക്കെ, അടുത്ത നോക്കാം. ഇൻ ക്യാമറ. ഇൻ ക്യാമറ ഇതൊരു ലാറ്റിൻ പദമാണ്. അപ്പോൾ ഇൻ ക്യാമറ എന്ന് കേൾക്കുമ്പോഴത്തേക്കും നമുക്ക് ഫോട്ടോ, വീഡിയോ എന്നൊക്കെ നമുക്ക് ഒരു മീനിങ് നമ്മളുടെ മനസ്സിലോട്ട് വരാം. പക്ഷെ അങ്ങനെയല്ല. ഇൻ ദ റൂം എന്നാണ് ഇതിന്റെ മീനിങ്. ഇൻ ദ റൂം, ഇൻ ദ റൂം. ഇതിന് സീക്രസി, പ്രൈവസി എന്നൊക്കെ മീനിങ് ഉണ്ട്. സീക്രറ്റ് ആയിട്ട് ചെയ്യുന്ന കാര്യം, പ്രൈവറ്റ് ആയിട്ട് ചെയ്യുന്ന എന്തെങ്കിലും ഒരു പ്രവൃത്തി. ഓക്കെ, അങ്ങനെ ഒരു സീക്രറ്റ് ആ ഒരു സെൻസിൽ യൂസ് ചെയ്യുന്ന ഒരു ഫ്രേസ് ആണ് ഇൻ ക്യാമറ. അപ്പോൾ നമുക്ക് CCTV ക്യാമറ അങ്ങനെയുള്ള ക്യാമറാസ് വെച്ചിട്ട് നമ്മൾ എന്താണ് നടക്കുക, സീക്രറ്റ് എന്തെങ്കിലും സീക്രറ്റ്സ് ഇത് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നു. അങ്ങനെ നമുക്ക് അതിനെ റിലേറ്റ് ചെയ്തെടുക്കാം. ഇൻ ക്യാമറ, ലാറ്റിൻ പദം ഇൻ ക്യാമറ, ഇൻ ദ റൂം. അപ്പോൾ സീക്രസി, പ്രൈവസി ആയിട്ട് റിലേറ്റഡ് ആണ്. ഓക്കെ, അടുത്ത നോക്കാം. ഇപ്സോ ഫാക്ടോ. ഇപ്സോ ഫാക്ടോ ലാറ്റിൻ പദമാണ്. ഇപ്സോ ഫാക്ടോ അതിൽ തന്നെ അതിന്റെ മീനിങ് ബൈ ഫാക്ട് ഇറ്റ് സെൽഫ്. ഫാക്ടിനാൽ തന്നെ, അതായത് ഈ കാരണത്താൽ, കുറെ കാരണങ്ങൾ വെക്കുന്നു, യാഥാർത്ഥ്യങ്ങൾ, ആ യാഥാർത്ഥ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരാളെ എന്തെങ്കിലും ചെയ്യുന്നു എന്ന് മീൻ ചെയ്യുന്നു. ഓക്കെ, ബൈ ഫാക്ട് ഇറ്റ് സെൽഫ്. ഓക്കെ, ബൈ ഫാക്ട് ഇറ്റ് സെൽഫ്. അടുത്ത നോക്കാം. സബ്ജുഡൈസ്. സബ്ജുഡൈസ്. ഓക്കെ, സബ്ജുഡൈസ് മീൻസ് സബ് മീൻസ് അണ്ടർ, ഒരാളുടെ കീഴിൽ വരുന്നതാണല്ലോ സബ്, അണ്ടർ, കീഴിൽ. ഓക്കെ, ട്രയൽ, ജുഡൈസ്, ജൂറിസ്ഡിക്ഷനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ടേം ആണ് ജുഡൈസ്. ഓക്കെ, ലോ, നിയമവുമായി റിലേറ്റഡ് ആയിട്ടുള്ള വേർഡ്. അപ്പോൾ സബ് ജുഡൈസ് മീൻ വരുമ്പോഴത്തേക്കും അണ്ടർ ട്രയൽ, അണ്ടർ ട്രയൽ. ഓക്കെ, അപ്പോൾ കോടതിയിൽ ഒരു എന്തെങ്കിലും നിയമ നടപടികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. ഓക്കെ, അപ്പോൾ അണ്ടർ ട്രയൽ. ഓക്കെ എന്ന് മീൻ ചെയ്യാം. അല്ലെങ്കിൽ ജഡ്ജ്മെന്റിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ടേം ആണ് എന്ത്, സബ്ജുഡൈസ്, ലാറ്റിൻ പദമാണ്. അപ്പോൾ ഡേ 14 10 വാക്കുകൾ ഇവിടെ കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഒന്നുകൂടി ഒന്ന് ശ്രദ്ധിക്കാം. പാർ എക്സലൻസ്, പാർ ക്രോസ് എക്സലൻസ്, എക്സലൻസിനെ ക്രോസ് ചെയ്തു. അപ്പോൾ എന്തായി, ഏറ്റവും ബെസ്റ്റ് ആയി. ഓക്കെ, പെർ ക്യാപിറ്റ, പെർ ഹെഡ് ഒരാളുടെ ഇൻകം, പെർ ഇൻഡിവിജ്വൽ, പെർ ഹെഡ് മീൻസ് പെർ ഇൻഡിവിജ്വൽ. ഓക്കെ, ആ പെർ ക്യാപിറ്റ ഇൻകം ഓർത്തെടുക്കുക. പേഴ്സൺ നോട്ട് ഗ്രാറ്റ, ഒന്നുകൂടി വായിക്കൂ. പേഴ്സൺ നോട്ട് ഗ്രേറ്റ്, പേഴ്സൺ നോട്ട് ഗ്രേറ്റ്ഫുൾ, എല്ലാവരും വെറുക്കപ്പെടുന്ന വ്യക്തി. പ്രൈമ ഫാസെ, പ്രൈമ ഫാസെ അതായത് ഫസ്റ്റ്, എന്താണോ ആദ്യം കാണുന്നത് അതിനെ ബേസ് ചെയ്ത്, ആദ്യം കാണുന്നതിനെ ബേസ് ചെയ്തുള്ളത്. നോട്ട് ദ ബി, നോട്ട് ദ പോയിന്റ്. ഓക്കെ, നന്നായിട്ട് പോയിന്റ്സ് എല്ലാം നോട്ട് ചെയ്ത് വെക്കുക. ലിംഗ്വ ഫ്രാങ്ക, രണ്ട് കൺട്രിയിൽ നിന്ന് ഓരോ ആൾക്കാർ വരുന്നു, അവർക്ക് സംസാരിക്കാൻ കോമൺ ലാംഗ്വേജ് ഇല്ല, അവർ യൂസ് ചെയ്യുന്ന ഒരു ലാംഗ്വേജിന് നമ്മൾ എന്ത് പറയുന്നു, ലിംഗ്വ ഫ്രാങ്ക. ഇൻ ടോട്ടോ, ഇൻ ടോട്ടസ്, ഇൻ ടോട്ടൽ. ഓക്കെ, ഇൻ ടോട്ടൽ മുഴുവനായിട്ടും, അതായത് എൻറ്റയർലി, ഹോൾ. ഇൻ ക്യാമറ, സീക്രസി, ക്യാമറ സീക്രസി ആയിട്ട് റിലേറ്റ് ചെയ്യുക, പ്രൈവസി ആയിട്ട് റിലേറ്റ് ചെയ്യുക. ഓക്കെ, ഇൻ ദ റൂം എന്ന് മീൻ ചെയ്യുന്നു. ഇപ്സോ ഫാക്ടോ, ഇപ്സോ ഫാക്ടോ ബൈ ഫാക്ട് ഇറ്റ് സെൽഫ്, യാഥാർത്ഥ്യത്തിനെ ബേസ് ചെയ്ത് തന്നെ, എന്താണോ ശരിക്കും ഫാക്ട് എന്തായിരുന്നോ അതിനെ ബേസ് ചെയ്ത് തന്നെ എന്തെങ്കിലും നടപടി എടുക്കുന്നു. സബ് ജുഡൈസ്, സബ് കീഴിൽ, അണ്ടർ, അണ്ടർ ട്രയൽ, ജൂറിസ്ഡിക്ഷൻ, ജുഡൈസ് ജൂറിസ്ഡിക്ഷൻ. അപ്പോൾ ട്രയൽ കോർട്ടുമായിട്ട് ബന്ധപ്പെട്ടത്, നിയമവുമായി ബന്ധപ്പെട്ടത്, അല്ലെങ്കിൽ ജഡ്ജ്മെന്റുമായി ബന്ധപ്പെട്ടത് എന്ന് മീൻ ചെയ്യുന്ന ലാറ്റിൻ പദം. അപ്പോൾ ഡേ 14 നമ്മൾ 10 ഫോറിൻ ഫ്രേസസ് കണ്ടു കഴിഞ്ഞു. അപ്പോൾ എല്ലാവർക്കും ക്ലാസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. പിന്നെ സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. താങ്ക്സ്.